Hi. Hi, Pari Papi. Hi, Pari. Hi, Pari. Hi. Hey. Hi, Pari. Hi. Hi, Pari. Hi. Hi, Pari. Hi, Parida. ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സാലി കിച്ചണിൽ ഞാൻ മാത്രമല്ല കുക്ക് ചെയ്യുന്നത്, എൻ്റെ കൂടെ കുറച്ച് നെയ്ബേഴ്സും കൂടിയുണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിരങ്ങ വെച്ചിട്ടുള്ള ഒരു ഹലുവയാണ്. ഇതൊരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല, ഒരു ഫൺ വീഡിയോ ആയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന്. എപ്പോഴും ഞാനല്ലേ കുക്ക് ചെയ്യല്, ഇന്ന് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ നെയ്ബേഴ്സും കൂടിയുണ്ട്. ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങളും കൂടെ ഉണ്ട് സഹലയുടെ കൂടെ സാലി കിച്ചണിൽ. ഞങ്ങളുടെ ഓർഗാനിക് വെജിറ്റബിളുമായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ തുടക്കം. ഔട്ട് സൈഡിലാണ് ഞങ്ങളുടെ കുക്കിങ്. ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളുടെ കൂടെ, എല്ലാ മലയാളീസും. ഞങ്ങൾ UAE-ലാണല്ലോ. ഓക്കെ, എല്ലാവരും പരിചയപ്പെടുത്തും. Hi, I am Mahalakshmi from Hyderabad, Andhra Pradesh. I am Sahala friend. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത പരിപ്പ് വെച്ചിട്ടുള്ളൊരു സ്വീറ്റ് ഇല്ലേ, അത് എനിക്ക് പറഞ്ഞു തന്നത് ഈ മഹാലക്ഷ്മി ആട്ടോ. യെസ്. എന്നിട്ട് ഹായ്, I am Lifna. I am from Thrissur. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. ഇപ്പോൾ കുക്ക് ചെയ്ത് എത്തിയില്ലേ അവരെ, അവരുണ്ടാക്കിയതാട്ടോ, അവരെ പറമ്പിൽ നിന്ന്. ഇതിപ്പോൾ 3 ചിരങ്ങയുണ്ട്. ചിരങ്ങ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ബോട്ടിൽ ഗാർഡ് എന്ന് പറയുന്നത് പല ഏരിയയിൽ പല പേരായിരിക്കും. ഇപ്പോൾ 3 ചിരങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ചില ആളുകൾ ചിരക്കാന്നും പറയും. ചിരക്കാന്നും ചില ആൾക്കാർ പറയും പോലും. ഞങ്ങൾ ചിരങ്ങാന്നാണ് പറയാറുള്ളത്. അപ്പോൾ നെയ്യ് അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. നല്ല പശുവിൻ നെയ്യിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. 1 കപ്പോളം പാൽ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ പാൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. 3 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ കുറച്ച് നാച്ചുറലായിട്ട് ചെയ്യാനാട്ടോ വിചാരിക്കുന്നത്. ഇത് ആരും എടുത്തിട്ട് വളരുത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഞങ്ങളോട് നന്നായിട്ട് സഹകരിക്കുക. അതെ, നമുക്ക് ഭയങ്കര ആഗ്രഹം എല്ലാവരും ഒന്നിച്ചൊന്ന് കുക്ക് ചെയ്യണം. ഞാൻ കളർ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് കുക്കായി വരുന്നു. ഒരു നല്ല പച്ച കളറൊക്കെ മാറി വേവായ കളറൊക്കെ ആയിട്ടുണ്ട്. പഞ്ചസാര ഇതിനകത്ത് മെൽറ്റായി വരുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് വേവായി തുടങ്ങുന്നുണ്ട്. പാപ്പി ഇങ്ങോട്ട് നോക്കിയേ. ഇത് ഞങ്ങളെ പെറ്റാട്ടാ, പാപ്പിന്റെ പേര്. പാപ്പി ഇങ്ങോട്ട് നോക്കിയേ. ഞങ്ങളുടെ പാപ്പി പൂച്ചക്കുട്ടിയാണിത്. ഇങ്ങോട്ട് നോക്കി പാപ്പി. ഹായ്. ഹായ് പറി പാപ്പി. ഹായ് പറി. ഹായ് പറി. ഹായ്. ഹായ് പറഞ്ഞേ. ഹായ് പറി. ഹായ്. ഹായ് പറി. ഹായ് പറയടാ. പറയടാ. ആളെ ഉറക്കത്തിന് ഇപ്പം വന്നതാണ്. രാവിലെ ഉറങ്ങാൻ തുടങ്ങിയതാണ്. വൈകിട്ടായപ്പോൾ എണീറ്റ് എടുത്തുകൊണ്ട് വന്നതാണ്. അതിൻ്റെ ഒരു ഹാങ് ഓവർ കിട്ടിയില്ല. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കായപ്പൊടി ചേർക്കാം. ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് പറഞ്ഞേ. എല്ലായിടത്തും ഏലക്കാപ്പൊടി ഒന്ന് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. പാൽപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അവസാനം 1 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നത് നമ്മുടെ കോമൺ കോമ്പൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്.
ഒരുപാട് ഫാമിലി ഉണ്ട്, അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുന്നത്. അപ്പം കംപ്ലീറ്റ് വെള്ളം വറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അവസാനം നെയ്യിൽ കാഷ്നട്ടും റൈസൻസും വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല, കാരണം ലൈറ്റെല്ലാം പോയി. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ പിന്നെ ഗ്രൂപ്പ് കുക്കിങ്. അപ്പോൾ കംപ്ലീറ്റ് റെസിപ്പി ഒന്നും ഇല്ല, എന്നാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയുക, കമൻറ്റ് കൊടുക്കുക സഹിലക്ക്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കുക്കിംഗ് മോശമാക്കിയെന്ന് അവൾക്ക് തോന്നരുത്. ഓക്കെ, ഞങ്ങളുടെ ഫസ്റ്റ് ചെരങ്ങയും കൂടെയാണ് വിളയിച്ചെടുത്ത്, അതുകൊണ്ടാണ് എല്ലാവരും കൂടെ കുക്ക് ചെയ്തത്. അപ്പോൾ പാപ്പീൻ്റെ വക താങ്ക് യു, ബൈ.